ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ്. പെട്ടെന്നൊക്കെ ജോലിക്കൊക്കെ പോകുന്നവർക്കും ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇതിന് കറീൻ്റെ ഒന്നും ആവശ്യമില്ല. വെറും 10 മിനിറ്റിൽ താഴെ മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വൈകിട്ട് വേണമെങ്കിൽ നമുക്ക് സ്നാക്സ് ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് റവ വേണം. വറുത്തതായാലും വറുക്കാത്തതായാലും ഒന്നും കുഴപ്പമില്ല. ഞാനിപ്പോൾ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളം എടുക്കുക. എന്നിട്ട് ആ വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ 2 കപ്പ് വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ അവിടെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ച, ഞാനിപ്പോൾ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്, വറുക്കാത്തായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ആ 1 കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ലോണം തിളച്ചതിന് ശേഷം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ 1 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ, ഇതിന് രണ്ടിലും ഇടയിൽ ഏതെങ്കിലും ഒരു ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിങ്ങനെ വറ്റിച്ചെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാനിതൊന്ന് ഇങ്ങനെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ കട്ടിയായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു ചെറിയ കപ്പ് റവയല്ലേ എടുത്ത് അതിനൊരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരകിയതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അത് മസ്റ്റായിട്ടും ചേർക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് വരുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഇതുപോലെ വെള്ളമൊക്കെ വറ്റി കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 സ്പൂൺ എടുക്കുക. എന്നിട്ട് ആ സ്പൂണിൽ എത്രത്തോളം നമുക്ക് കോരി എടുക്കാൻ പറ്റുമോ അതെടുത്തിട്ട് അത്രയും മാത്രം എടുത്ത് നമുക്കൊന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഒരുപാട് വലിയ ഇതാക്കേണ്ടതാ. ഈ ഒരു പരുവത്തിന്, ഈ ഒരു നാരങ്ങേൻ്റെ ഒക്കെ ഒരു വലുപ്പത്തിന് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കിത് മൊത്തത്തിൽ ഉരുട്ടിയെടുക്കണം. അപ്പോൾ എല്ലാം അതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം സ്നാക്സിന് വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ഇത്ര മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഒരു ആവിച്ചമ്പിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഒരു തട്ട് വെക്കുക. അതിൽ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ബോൾസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. അതിൽ കൂടുതൽ വെക്കണ്ട. 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ആവിയേറ്റി എടുക്കുക. ആവിയേറ്റി എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് മസാല ചേർക്കുമ്പോൾ പൊട്ടിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഒരു പാൻ വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. അതിന് ശേഷം വേണം മഞ്ഞൾപ്പൊടി ഇടാനായിട്ട്. ഞാൻ രാവിലത്തെ തിരക്കിനിടയിൽ ആദ്യമേ മഞ്ഞൾപ്പൊടി ഇട്ട് പോയി. അപ്പോൾ കടുക് പൊട്ടിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇടുക. ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് നമ്മുടെ ഈ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പമാണ്. വെറും 10 മിനിറ്റിന് താഴെ എടുക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.